നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ റോഡ് ബുക്കിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 6ഓളം പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ 6 പേരും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 98% എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് കളക്ഷൻ സെന്ററുകൾ തുടങ്ങിയതായും കളക്ടർ. ജില്ലാതല തെരഞ്ഞെടുപ്പ് പത്രിക ഉടൻ പുറത്തിറക്കുമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ആലപ്പുഴ റോഡ് മുക്കിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 6ഓളം പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ 6 പേരും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ആലപ്പുഴ ആര്യാട് റോഡ് മുക്കിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ സ്ത്രീക്കും വിദ്യാർത്ഥിക്കുമടക്കം 6 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ 6 പേരും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ത്രീയുടെ വലതു കൈയിലെ ചെറുവിരലിലും മറ്റുള്ളവരുടെ കാലിലുമാണ് കടിയേറ്റത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. റോഡ് മുക്ക് നമ്പ്യാനവെളി സ്വദേശി അബ്ദുൽ നാസറിനെയാണ് തെരുവുനായ ആദ്യം കാലിൽ കടിച്ചത്. എൻ്റെ മോളുടെ വീട്ടിലോട്ട് ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മുണ്ടിൽ പുറയിൽ പിടിച്ചു വലിച്ചു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കടിച്ചപ്പോൾ ഞാൻ കുതറി അങ്ങോട്ട് ഓടിച്ച് വിട്ടപ്പോൾ അത് വടക്കോട്ട് ഓടിപ്പോയി. പിന്നെ വേറെ 2-3 പേരെ കടിച്ചു. കാലിൽ കടിച്ചതോടെ നാസർ കുതറിമാറുകയും തുടർന്ന് പരിസരത്തുണ്ടായിരുന്നവരെയും വീടിനകത്ത് നിന്നവരെ അടക്കം നായ ആക്രമിക്കുകയായിരുന്നു. അടുത്ത വീട്ടിൽ പോയി തിരികെ സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്ന ഭീമയുടെ ചെറുവിരലിലാണ് തെരുവുനായ കടിച്ചത്. വടക്കൻ ആര്യാട് സ്വദേശിയും വിദ്യാർത്ഥിയുമായ അതുൽ കൃഷ്ണയുടെ വലതുകാലിന്റെ കണ്ണയ്ക്ക് മുകളിലും കടിയേറ്റു. പ്രദേശത്ത് പത്രവിതരണം നടത്തി വരുന്ന സമയത്താണ് അതുൽ കൃഷ്ണയ്ക്ക് കടിയേറ്റത്. ഇവരെ കൂടാതെ റോഡ് മുക്ക് സ്വദേശി മോബിൻ, കാട്ടുവലിക്കകത്ത് വീട്ടിൽ ബിന്ദു എന്നിവരെയും തെരുവുനായ സാരമായി ആക്രമിച്ചു. ആക്രമണത്തിന് ശേഷം തുടർന്ന് ഓടിമറഞ്ഞ തെരുവുനായ തമ്പകച്ചുവട് കിഴക്ക് വെച്ച് G. സതീഷ് എന്ന വ്യക്തിയെയും കടിച്ചിരുന്നു. ഇവരെ കൂടാതെ മറ്റു ചിലർക്കും നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരുടെ ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം തെരുവുനായ വിഷയം സംബന്ധിച്ച അടിയന്തര നടപടി കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി 2 ആഴ്ച ആകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം നടന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 98% എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് കളക്ഷൻ സെന്ററുകൾ തുടങ്ങിയതായും കളക്ടർ കൂട്ടിച്ചേർത്തു. BLOമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം ജില്ലയിൽ 98% പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. BLOമാർക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ നൽകിയതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം SIR നടപടിക്രമങ്ങളുടെ തുടക്ക സമയത്ത് നവംബർ 10 നൽകിയ സന്ദേശമാണ്. പുതിയ BLOമാർ ചാർജ് എടുക്കുന്ന സമയത്ത് ആയതിനാൽ അന്ന് എന്യൂമറേഷൻ ഫോം വിതരണം മന്ദഗതിയിലായിരുന്നു. പുതുതായി ചാർജ് എടുത്തവർക്ക് ഈ പ്രക്രിയയെക്കുറിച്ച് ധാരണക്കുറവുണ്ടായിരുന്നു. അന്ന് 220ഓളം BLOമാരെ മാറ്റേണ്ടി വന്നു. ആ പശ്ചാത്തലത്തിൽ അന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയ സന്ദേശമാണിപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ജില്ലയിലെ BLOമാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും കളക്ഷൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാവുന്നതാണെന്നും എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന BLOമാരായ വനിതകൾക്ക് ഒരു സഹായിയെ നൽകാനും ആവശ്യ സന്ദർഭങ്ങളിൽ വാഹന സൗകര്യം ഏർപ്പെടുത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാതല തെരഞ്ഞെടുപ്പ് പത്രിക ഉടൻ പുറത്തിറക്കുമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് എല്ലായിടത്തും പഞ്ചായത്ത് തല പ്രകടന പത്രികകളൊക്കെ എല്ലായിടത്തും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇപ്പോൾ ഉടനെ തന്നെ അച്ചടിച്ച് നൽകും. അതിന് പുറമെ ജില്ലാടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രകടന പത്രിക വെളിയിൽ വന്നിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ ഒരു പ്രകടന പത്രിക ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അത് എല്ലായിടത്തും പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കി വരികയാണെന്നും ജില്ലാ തലത്തിലുള്ള പ്രകടന പത്രികയും ഉടൻ പുറത്തിറക്കുമെന്നും CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു R. നാസർ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ മാസം 25-ന് വൈകിട്ട്
ആലപ്പുഴയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുമെന്നും ആർ നാസർ കൂട്ടിച്ചേർത്തു. PP ചിത്തരഞ്ജൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CS സുജാത എന്നിവരും ആർ നാസറിനൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭാ കൗൺസിലർ കൂടിയായ A ഷാനവാസിന് പാർട്ടി യാതൊരു വിലക്കും തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഷാനവാസ് മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും ആലപ്പുഴ നഗരസഭയിലെത്തുമെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഷാനവാസിന്റെ സ്ഥാനത്ത് ഷാനവാസിനെ ഞങ്ങൾ നടപടിയെടുത്തെങ്കിലും അയാൾ കൗൺസിലറായിരുന്നു. കൗൺസിൽ സ്ഥാനത്ത് അയാളെ മാറ്റിയിട്ടേ ഇല്ല. അയാൾ കൗൺസിലർ എന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്തൊരു ചെയ്യണം, എല്ലാ വാർഡുകളിൽ നിന്നും ശാഖകളുടെ പേരെയാണ് ഗ്രഹിക്കുകയാണ്. അവരാണ് ജയിപ്പിക്കേണ്ടത്. അങ്ങനെ മേടിച്ച് അവരെ പറയുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥിയാകും. അവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ വാർഡിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിൽ നിന്നും നഗരസഭാ കൗൺസിലർ കൂടിയായ A ഷാനവാസിന് യാതൊരു അയോഗ്യതയുമില്ലെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. ഷാനവാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഷാനവാസിന് യാതൊരു വിലക്കും പാർട്ടി കൽപ്പിച്ചിട്ടില്ല. ആരോപണമുണ്ടായ സമയത്ത് നടപടിക്രമത്തിന്റെ ഭാഗമായി പാർട്ടി ഷാനവാസിനെതിരെ നടപടി സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നാളിതുവരെ തെളിയിക്കപ്പെട്ടില്ല. മാത്രമല്ല, ഷാനവാസ് ഇപ്പോൾ തീർത്തും ആത്മാർത്ഥമായി പാർട്ടിക്കായി പ്രവർത്തിക്കുന്നു. പാർട്ടി മെമ്പർഷിപ്പ് വീണ്ടും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാനവാസിന് യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഷാനവാസ് മികച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും നഗരസഭയിലെത്തുമെന്നും ആർ നാസർ കൂട്ടിച്ചേർത്തു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഗഡർ ഉയർത്തി സ്ഥാപിക്കുന്നതിന് ഗതാഗത ക്രമീകരണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മതിയെന്നും കളക്ടർ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഡിറ്റിംഗിനെ ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത്. നമുക്ക് അറിയാവുന്ന ഒരു 13-ാം തീയതി രാത്രിയിൽ അതിദാരുണമായ ഒരു അപകടം നടക്കുകയും പള്ളിപ്പാട് സ്വദേശി ശ്രീ രാജേഷ് തലശ്ശേരി തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നാളെ മേലിലും ശക്തിയുക്തമായ തീരുമാനം എടുക്കണമെന്നുള്ളൊരു ആഹ്വാനത്തോടെയാണ് മീറ്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ഗഡർ ഉയർത്തിയ സമയത്ത് അതിനടിയിൽ കൂടെ ട്രാഫിക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മേലിലും അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നിലവിൽ നമുക്ക് അഡീഷണൽ പോലീസ് 25 നമ്പേഴ്സ് പോലീസ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 86ഓളം മാർഷൽസ് അതും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട്. കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സ്പാനിൽ വർക്ക് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആയിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെടെ 3 കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഇവിടെ പങ്കെടുത്തിരുന്നത്. ഈ നമ്മളൊരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് 25 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 84ഓളം വാർഡന്മാരുമുണ്ട്. നൈറ്റിൽ ഇതിൻ്റെ പകുതി 42 പേരുടെ ഡ്യൂട്ടി കിടാനാണ് നിർദ്ദേശം നൽകിയത്. ഈ പോലീസിനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞത് ഈ വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ, ഒരാഴ്ചത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നൽകണം. എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്, അതിൽ ഏതൊക്കെ സമയത്താണ് ഈ ട്രാഫിക് ഡൈവേർഷൻ ആവശ്യമുള്ളത്, എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്പോട്ടിലാണ് നടക്കുന്നത്, വ്യക്തത ഉണ്ടാക്കി എല്ലാ ആഴ്ചയും പോലീസിന് കൈമാറുന്ന നിർദ്ദേശം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. അപകടത്തിൽ നിർമ്മാണ കമ്പനിക്ക് വീഴ്ച പറ്റിയതായി യോഗം വിലയിരുത്തി. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയും മേൽനോട്ടത്തോടെയും മാത്രമേ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഉയരപ്പാതയിൽ ഗഡറുകൾ ഉയർത്തി സ്ഥാപിക്കുന്ന സമയത്ത് പോലീസ് സഹായത്തോടെ ഗതാഗത ക്രമീകരണവും വഴിതിരിച്ചുവിടലും ഉൾപ്പെടെ നടത്തിയ ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്നും ജില്ലാ കളക്ടർ ദേശീയപാത അധികൃതർക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് വാഹന ഗതാഗതം തടയുന്നതിന് കൃത്യമായി ബാരിക്കേഡുകൾ സ്ഥാപിക്കണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ഷെഡ്യൂൾ ഒരാഴ്ച മുൻപ് തന്നെ തയ്യാറാക്കി നിർമ്മാണ കമ്പനി പോലീസിന് നൽകണം. ഇതിനനുസൃതമായി പോലീസ് ഗതാഗത ക്രമീകരണം നടത്തും. സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുന്നതിനുള്ള റൈറ്റ്സ് സംഘം ചൊവ്വാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. കൂടാതെ ദേശീയപാത അതോറിറ്റിയിലെ വിദഗ്ധരായ AK ശ്രീവാസ്തവ
അശോക് കുമാർ മാത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നിലവിൽ ആരംഭിച്ചതായും ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു. ഗതാഗതം ക്രമീകരിക്കുന്നതിനായി പോലീസ് 25 പേരെയും നിർമ്മാണ കമ്പനി 86 മാർഷൽമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇവർ കൃത്യമായി ജോലി നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്നും കളക്ടർ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നൈറ്റ് ട്രാഫിക് ഓഡിറ്റ് നടത്തും. ഗതാഗതം വഴിതിരിച്ചുവിടുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി ഡിസംബർ ആദ്യം തന്നെ പൂർത്തീകരിക്കാൻ PWD ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം ആലപ്പുഴ ബീച്ചിൽ മണൽ ശില്പം നിർമ്മിച്ചു. SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം അടക്കം മണ്ണുകൊണ്ട് നിർമ്മിച്ച ശില്പം ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ ശില്പം നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് അധികാരികൾ രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിലാണ് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ മണൽ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി നടപ്പാക്കുന്ന SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമിന്റെ മാതൃക, ഇലക്ടറൽ റോൾ, EVM എന്നീ മാതൃകകളും മണൽ ശില്പത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയും മണൽ ശില്പ നിർമ്മാണ വിദഗ്ധനുമായ ദീപക് മൗത്താട്ടിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വേറിട്ട മണൽ ശില്പം ആലപ്പുഴ ബീച്ചിൽ നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല ക്യാമ്പയിന്റെ ഉദ്ഘാടനം നേരത്തെ തിരുവനന്തപുരം കോവളം ബീച്ചിൽ നടന്നിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ആലപ്പുഴ ബീച്ചിലും മണൽ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് മണൽ ശില്പത്തിന്റെ ഉദ്ഘാടനം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ റോഡ് ബുക്കിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 6ഓളം പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ 6 പേരും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 98% എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. BLOമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് കളക്ഷൻ സെന്ററുകൾ തുടങ്ങിയതായും കളക്ടർ. ജില്ലാതല തെരഞ്ഞെടുപ്പ് പത്രിക ഉടൻ പുറത്തിറക്കുമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.